ഏറെ പവിത്രമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ഉത്പാദന ഇവിടം നമ്മുടെ സ്വർഗമെന്ന് മാലോകനോട് അരുളി ചെയ്ത ശിവഗിരിയുടെ പുണ്യ ഭൂമി മനോഹരമായ ഈ താഴ്വാരത്ത് ശാരദാംബയുടെ ചാരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഇത്തവണത്തെ നവരാത്രി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ശിവഗിരി മഠത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഉത്കൃഷ്ടമായ പരിപാടികളിൽ പങ്കുകൊള്ളുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുണ്യ സുഹൃത്തുക്കളെ, ആത്മ സഹോദരരെ, ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിജി അവരുകൾ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ മഠത്തിൻ്റെ സർവ സന്യാസി ശ്രേഷ്ഠന്മാർ, ശ്രീനാരായണ ശിവഗിരി മഠത്തിൻ്റെ PRO ആയിട്ടുള്ള സോമൻ സാർ ഉൾപ്പെടെ, പൂജനീയ സ്വാമിജി ഉൾപ്പെടെ, മഠം സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പുണ്യ സുഹൃത്തുക്കളെ, ആത്മസഹോദരത്തെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. മനോഹരമായ ഒരു ഭജൻ തലശ്ശേരി ശ്രീ ശാരദ ഭജന സമിതിയുടെ നമ്മളിപ്പോൾ കേട്ട് സുഖകരമായ അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇവിടെ പ്രഭാഷണം എന്നുള്ള പേരിലാണ് ഈ പരിപാടിയിലേക്ക് അവതരിപ്പിക്കപ്പെടുവാനായിട്ട് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഏറെ ബഹുമാന്യരായിട്ടുള്ള സംഘാടകർ, വ്യത്യസ്തമായ പരിപാടികൾ ധാരാളമായി ഇവിടെ അരങ്ങേറേണ്ടത് ഉള്ളതുകൊണ്ട് പ്രഭാഷണം എത്രത്തോളം ചുരുക്കാമോ അത്രത്തോളം ചുരുക്കണം എന്നാണ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. പ്രധാന കാരണം തലശ്ശേരിയിൽ നിന്നുള്ള ഏറെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ നിറക്കൂട്ട് പരിപാടിയുടെ ചമയങ്ങളണിഞ്ഞ് ഈ സദസ്സിൽ ഇരിക്കുന്നു. അപ്പോൾ സരസമായി പ്രിയപ്പെട്ട ചേഷ്ടന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, കഥ പറയുവാണെങ്കിൽ എത്ര സമയം എടുക്കാം? കഥ പറയുവാണെങ്കിൽ 10-20 മിനിറ്റ് എടുക്കാം എന്ന് പറഞ്ഞു. പ്രഭാഷണമാണെങ്കിൽ 10-15 മിനിറ്റിൽ അവസാനിപ്പിക്കണം. പ്രഭാഷണ വേദികൾ ധാരാളമായി മഠത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ നവരാത്രിയോടനുബന്ധിച്ച്. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. ഉച്ചയുടെ സമയമാണ്. ഒരു കഥ പറയാം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കുറച്ച് സമയം കിട്ടുമല്ലോ. എങ്ങനെയാണ് ഈ ചുണ്ടൻ വള്ളം ഉണ്ടായത് എന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കെങ്കിലും അറിയാമോ? ഈ ചുണ്ടൻ വള്ളം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്? രസകരമായ ഒരു കഥയുണ്ട് ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ. ഒരിക്കല് കായംകുളത്ത് ചെമ്പകശ്ശേരി രാജ്യവും അമ്പലപ്പുഴ രാജ്യവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ചെമ്പകശ്ശേരി രാജ്യവും അമ്പലപ്പുഴ രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അന്ന് ഇന്നത്തെ പോലെയുള്ള യുദ്ധസന്നാഹങ്ങളല്ല. അന്ന് യുദ്ധം നടക്കുക വഞ്ചിയിലാണ്, തോണിയിലാണ്, ആറ്റിലാണ് പോരാട്ടങ്ങൾ അധികവും നടക്കുക, പുഴയിലാണ്. അപ്പോൾ ഒരിക്കല് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വൈകുന്നേരം കൃത്യം സൂര്യാസ്തമയത്തോടുകൂടി അതാത് ദിവസങ്ങളിലെ യുദ്ധം അവസാനിക്കുന്നതായിട്ടാണ് പണ്ടത്തെ കാര്യങ്ങൾ. ഇന്നത്തെ പോലെ രാത്രികാല ആക്രമണങ്ങളൊക്കെ വളരെ അപൂർവമാണ്. ഒരു ദിവസം സൂര്യാസ്തമയത്തോടുകൂടി ഇങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ഈ അമ്പലപ്പുഴയിലെ രാജാവ് ഒരു നദീതീരത്തുകൂടി
നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. തൊട്ടടുത്ത തെങ്ങിൻ മുകളിൽ നിന്നും ഒരു കൊതുമ്പ് വെള്ളത്തിലേക്ക് വീഴുകയാണ്. വെള്ളത്തിലേക്ക് വീഴുന്ന ഈ കൊതുമ്പ് പാഞ്ഞു പോവുകയാണ്. അതിന്റെ അഗ്രഭാഗം ഉയർത്തി നിർത്തിക്കൊണ്ട് പാഞ്ഞു പോവുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ഈ അമ്പലപ്പുഴയിലെ രാജാവിന് ഒരു ആശയമുള്ളിൽ തോന്നി. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പണിക്കാരോട് ആവശ്യപ്പെടുകയാണ്, നമുക്കിതുപോലെ ഒരു വള്ളം ഉണ്ടാക്കാം. അങ്ങനെ ഒരു വള്ളം നിർമ്മിക്കുകയാണ്. അഗ്രഭാഗം ജലനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 7 അടി ഉയരത്തിൽ നിൽക്കുന്ന വളരെ നീളമുള്ള, പിൻഭാഗം അതുപോലെ തന്നെ ഒത്ത രീതിയിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വള്ളം നിർമ്മിക്കുകയാണ്. ആ വള്ളമാണ് പിന്നീട് ചുണ്ടൻ വള്ളം എന്നറിയപ്പെട്ടിരിക്കുന്നത്. ഈ ചുണ്ടൻ വള്ളത്തിന്റെ അഗ്രഭാഗം ഈ ജലനിരപ്പിൽ നിന്ന് 7 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ അഗ്രഭാഗത്ത് ഇരിക്കുന്നയാൾക്ക് ഒന്നാം അമരക്കാരൻ എന്നാണ് പറയുക. പണ്ട് ഒരു 1900 അല്ലെങ്കിൽ 1906 കാലഘട്ടങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഈ ചുണ്ടൻ വള്ളത്തിന്റെ അഗ്രഭാഗത്തുള്ള ഒന്നാം അമരത്ത് നിന്നുകൊണ്ട്, ഈ ഒന്നാം അമരക്കാരൻ, നമ്മളിപ്പോൾ നെഹ്റു ട്രോഫിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, TV-യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്നാം അമരത്ത് നിൽക്കുന്ന ഈ ആള് തന്റെ തുഴ ജലത്തില് മുട്ടിക്കണമെങ്കിൽ ഒരു 10 അടി നീളമുള്ള ഒരു തുഴ വേണം. ഇന്നിപ്പോ ഫൈബർ തുഴയുണ്ട്. അന്ന് ഈ 1905 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഫൈബർ തുഴകളൊന്നുമില്ല. അരണമരം കൊണ്ടാണ് ഈ തുഴ നിർമ്മിക്കുന്നത്. ഏകദേശം 10-25 കിലോ തൂക്കം വരും ഈ തുഴയ്ക്ക്, 10 അടി നീളം വരും. ഒരു ചെറുപ്പക്കാരൻ ഈ അമരഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ തുഴ തന്റെ നെഞ്ചിനൊപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തുഴ ഇങ്ങനെ നിവർത്തിപ്പിടിക്കുകയാണ്. 10-20 മിനിറ്റ് സമയത്തോളം, ഒരു അരമണിക്കൂർ സമയത്തോളം തന്റെ നിറഞ്ഞ കായിക ശേഷിയുടെ ഒരു ഉദാഹരണം ആളുകൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ആ തുഴ ഇങ്ങനെ നിവർത്തിപ്പിടിക്കുകയാണ്. ആളുകൾ ഞെട്ടിത്തിരിച്ചാണ് അത്രയും കായിക ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബലവാനായിട്ടുള്ള, അത്രയും ശക്തിമാനായിട്ടുള്ള ആ മഹാപുരുഷനെ, ആ യുവാവിനെ നോക്കിക്കാണുന്നത്. ആ യുവാവ് ഒരിക്കലും ഞങ്ങളുടെ നാട്ടില് കോട്ടയത്ത് വന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ കോട്ടയംകാരനാണ്. ഞങ്ങളുടെ നാട്ടില് കോട്ടയത്ത് വന്ന് പ്രസംഗിക്കുകയാണ്. ഒന്നാം അമരത്ത് നിന്നുകൊണ്ട് 25 കിലോ തൂക്കമുള്ള ഈ തുഴ എന്റെ നെഞ്ചിനോടൊപ്പം ഉയർത്തിപ്പിടിച്ച് അരമണിക്കൂർ നിന്നിട്ടുള്ള ഞാൻ എന്റെ ഈ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ടാണ് അത് നിർവഹിച്ചിട്ടുള്ളത്. ഈ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി നിർവഹിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഉയർന്ന ജാതി വിചാരത്താൽ എന്നേക്കാൾ താണ ജാതിയിൽപ്പെട്ട ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങളെ തല്ലി ഒതുക്കുവാൻ എന്റെ ഈ കൈകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഉയർന്ന ജാതി വിചാരത്താൽ എന്നേക്കാൾ പിന്നോക്കരെന്ന് ഞാൻ കരുതിയിട്ടുള്ള ആളുകളെ ജാതി വിചാരം കൊണ്ട് തല്ലി മർദ്ദിച്ച് അവശരാക്കുവാൻ എന്റെ ഈ കൈകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നതിന് പ്രായശ്ചിത്തമായി അവരുടെ അമേദ്യം ഈ കൈകൾ കൊണ്ട് ഓരുവാൻ ഞാൻ തയ്യാറാണ്. ഒരു ചെറുപ്പക്കാരനാണ്. കോട്ടയത്ത് വളരെ വലിയ പുരുഷാർത്ഥത്തെ നോക്കിയാണ് ഈ സംസാരം സംഭവിക്കുന്നത്. അതിന് പ്രായശ്ചിത്തമായി അവരുടെ അമേദ്യം കോരുവാൻ ഈ കരങ്ങൾ ഉപയോഗിക്കുവാൻ ഞാൻ തയ്യാറാണ്. ആളുകൾ അന്തിച്ചു നിൽക്കുകയാണ്. ആരായിരിക്കും ഈ ചെറുപ്പക്കാരൻ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ചങ്ങനാശ്ശേരി രാമങ്കരിയില് അയ്യര് വൈദ്യന്റെ വീട്ടിൽ വന്നപ്പോൾ ഭഗവാനെ ഒട്ടനവധി സംശയങ്ങളുമായി ഭഗവാനെ സംശയ കണ്ണുകളിലൂടെ നോക്കിക്കൊണ്ട് ഭഗവാനെ ചോദ്യം ചെയ്യാൻ പോയ ഒരു ചെറുപ്പക്കാരനാണ്. തനിക്ക് 10-18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ കഥ ലഘൂകരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ഇനിയും വരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാദ്യാരാണല്ലോ എന്ന് അഭിസംബോധന ചെയ്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ സവിധത്തിലേക്ക് സ്വീകരിച്ച ആ ചെറുപ്പക്കാരൻ പോയിട്ട് പിന്നീട് ഇനിയും വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ അടുത്ത് നിന്ന ആളിനെ ഒന്ന് നോക്കിയുണ്ടായി. ആ ആളിനെ ഒന്ന് പരിചയപ്പെട്ടു. എൻ്റെ പേര് അയ്യപ്പൻ പിള്ളയെന്നാണ്. ഞാന് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഗുരുവിനെ ഒന്ന് കാണുവാനായിട്ട് വന്നതാണ്. എനിക്ക് ധാരാളമായി ഗുരുവിനോട് തർക്കിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഗുരുവിന്റെ അടുത്തെത്തിയപ്പോൾ എനിക്കതൊന്നും പറ്റുന്നില്ല.
എന്താണ് അങ്ങയുടെ പേര് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ മാന്യദേഹം ഗുരുവിൻ്റെ സവിധത്തിലുണ്ടായിരുന്ന, ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന ആ ശിഷ്യപ്രമുഖൻ അയ്യപ്പൻ പിള്ളയോട് പറയുകയാണ്, ഞാൻ നാരായണ പിള്ളയാണ്. എന്ത്? ഒരു ഈഴവ തീയ സന്യാസി എന്ന് ഞാൻ കരുതിയിരുന്ന ശ്രീനാരായണ ഗുരുദേവ കൃപാദങ്ങൾക്കൊപ്പം ഒരു നാരായണ പിള്ള ശിഷ്യനാണ്. അയ്യപ്പൻ പിള്ളയുടെ വിചാരം ഒരുപക്ഷെ അത്തരത്തിൽ പോയി കാണും. അയ്യപ്പൻ പിള്ള അതുകൊണ്ട് തന്നെ അയ്യപ്പൻ പിള്ള നാരായണ പിള്ളയോട് കൂടുതലായിട്ട് അടുത്തു ഗുരുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ഗുരുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഗുരുവിനെ കുറിച്ച് ധാരാളമായി നാരായണ പിള്ള സവിസ്തരം പറഞ്ഞു കൊടുത്തു ഈ അയ്യപ്പൻ പിള്ളയോട്. പിന്നീട് അയ്യപ്പൻ പിള്ളയെ ഒരു സവിധത്തിലേക്ക് ആലുവയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ നാരായണ പിള്ള. ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് വീണ്ടും ഒരു ശിവരാത്രി നാളിൽ പോയ അയ്യപ്പൻ പിള്ള ഗുരുവിന്റെ അടുത്ത് വളരെ പാടുപെട്ടാണ് ഗുരുവിന് ദർശന സൗഭാഗ്യം ഈ അയ്യപ്പൻ പിള്ളയ്ക്ക് കിട്ടുന്നത്. ധാരാളമായ ആളുകൾ അവിടെ കൂടുന്നിട്ടുണ്ട്. കൂടെ കൂട്ടുകാരുമൊക്കെ ആയിട്ടാണ് അയ്യപ്പൻ പിള്ള അന്ന് പോയിരുന്നത്. കൂട്ടുകാരെല്ലാം മടങ്ങിപ്പോയി. പക്ഷെ അയ്യപ്പൻ പിള്ള മടങ്ങിയില്ല. ഗുരുവിനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്താൽ 2 ദിവസത്തോളം അവിടെ ആലുവായിട്ട് ആ ശിവരാത്രി തിരക്കിനിടയിൽ തന്നെയാണ് അയ്യപ്പൻ പിള്ള ഈ ഗുരുപാദങ്ങളെ കാണുന്നത്. നമ്മുടെ വാദ്യ പിന്നീട് വീണ്ടും വന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുപാദങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഗുരുപാദങ്ങളുടെ അടുത്ത് കാഴ്ചദ്രവ്യങ്ങളൊക്കെ വെച്ച് അനുഗ്രഹം മേടിച്ച് തിരികെ വീട്ടിൽ വന്ന് അമ്മയുടെ അനുഗ്രഹവും മേടിച്ചാണ് പിന്നീട് ഗുരു സമിതത്തിലേക്ക് ഈ അയ്യപ്പൻ പിള്ള ചെന്നെത്തുന്നത്. ഈ അയ്യപ്പൻ പിള്ള ചെന്നെത്തി കഴിഞ്ഞ് ഗുരുവിനോട് പറയുന്നുണ്ട്, മഹാഗുരു, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ജാതി വിചാരത്താൽ എൻ്റെ ഈ കായിക ബലം ഉപയോഗിച്ച് ധാരാളമായ ആളുകളെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട്, അവശരാക്കിയിട്ടുണ്ട്. തൃപ്പാദങ്ങളെ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഗുരുവിൻ്റെ ഒരു മറുഭാഷ്യമുണ്ട്, ഒരു മറുചോദ്യമുണ്ട്. ചെയ്തപ്പോൾ ശരിയെന്ന് കരുതിയല്ലേ ചെയ്തത്, ഇപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ചെയ്തപ്പോൾ ശരിയെന്ന് കരുതിയല്ലേ ചെയ്തത്, ഇപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പ്രായശ്ചിത്തമായി പശ്ചാത്താപം മതി. ഇനി ജാതിയുടെ പേരിൽ ഇവിടെ ഒരു വേർതിരിവ് ഉണ്ടാവാതിരിക്കാൻ അയ്യപ്പ നീ പ്രവർത്തിക്കണം. ഗുരുപാദങ്ങൾ ആലുവായി വെച്ച് അയ്യപ്പനോട് പറഞ്ഞ ഉപദേശം അതായി. ഇനി ജാതിയുടെ പേരിൽ ഭാവവ്യത്യാസമില്ലാത്ത ഒരു ലോക സൃഷ്ടിക്കായി നീ പ്രവർത്തിക്കണം. അങ്ങനെ ഗുരുശബ്ദത്തിലേക്ക് ഈ അയ്യപ്പൻ എത്തി. ഈ ഗുരുശബ്ദത്തിലേക്ക് എത്തിയ അയ്യപ്പൻ പിള്ള പിന്നീട് ഗുരുവിനൊപ്പം സ്ഥിര സഞ്ചാര സഹചാരിയാകുകയാണ്. ഗുരുവിന്റെ പ്രഥമ ശ്രീലങ്കൻ പര്യടനത്തിൽ 1918 ഗുരുവിന്റെ പ്രഥമ ശ്രീലങ്കൻ പര്യടനത്തിൽ ഈ അയ്യപ്പൻ പിള്ള ഗുരുവിനൊപ്പം നന്നേ ചെറുപ്പത്തിൽ 25 വയസ്സ് മാത്രമായിരിക്കാം അന്ന് പ്രായമുണ്ടായിരിക്കുക. 25 വയസ്സ് മാത്രം പ്രായമുള്ള ആ തീഷ്ണ നയനങ്ങളും തീഷ്ണഭാവവുമുള്ള ആ യുവ കോമണൻ ഗുരുപാദങ്ങളോടൊപ്പം ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയിൽ ഗുരുവിനെ സ്വീകരിക്കുവാനായി ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ധാരാളമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയുണ്ടായി. ബോധാനന്ദ സ്വാമികളുടെ പ്രിയ ശിഷ്യനായ ഹനുമാൻഗിരി സ്വാമികളുടെ നേതൃത്വത്തിൽ അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിയുണ്ടായി. അവിടേക്കാണ് ശ്രീനാരായണ ഗുരുദേവ കൃപാദങ്ങളോടൊപ്പം ഈ അയ്യപ്പൻ പിള്ളയും പോകുന്നത്. ശ്രീലങ്കയിൽ അയ്യപ്പൻ പിള്ള എത്തി. ഗുരു ശ്രീലങ്കയിൽ നിന്ന് തിരികെ മടങ്ങുകയാണ്. അയ്യപ്പൻ പിള്ളയോട് പറഞ്ഞു, അയ്യപ്പ നീ ഇവിടെ പ്രവർത്തിക്കണം. അപ്പോ അയ്യപ്പന് ഒരു ഉൾവശമുണ്ട്. ഗുരു പോവുകയാണ്. ഞാനിവിടെ ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുക, ഇതിന് സാധ്യമാകുക? ഗുരുതൃപാദങ്ങൾ ഈ ഒരു വിചാരവും മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പൻ പിള്ളയോട് ഒരു ഫലിത രൂപേണ ഒരു ഭാഷാപ്രയോഗം നടത്തുന്നുണ്ട്. മുതിർന്നില്ലേ, ഇനിയും പിള്ളയെ ചുമ്മാ
ചുമക്കേണ്ടതുണ്ടോ? കൈ കാണിച്ച്. പിള്ളയെ ചുമക്കേണ്ടതുണ്ടോ? അവിടെ വെച്ച് ഗുരുതൃപാദങ്ങൾ ഈ അയ്യപ്പ പിള്ളയ്ക്ക് ഒരു നാമകരണം പേര് മാറ്റുകയാണ്. ആ പേരാണ് ദിവ്യശ്രീ സത്യവ്രത സ്വാമികൾ. പലപ്പോഴും ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ടുള്ള ഈ സത്യവ്രത സ്വാമികളുടെ ത്യാഗോജ്വലമായ ജീവചരിത്രം ഇവിടെ ഇപ്പോ ഇന്ന് ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ ആചാര്യ സ്മൃതികൾ നടക്കുകയാണ്. അവിടെ എത്രയധികം സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ തിരിച്ചറിയണം. ഇവിടെ സമയത്തിന്റെ കുറവ് മൂലം നമുക്ക് ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ പ്രഭാഷണം ഈ കഥപടത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ക്രിസ്തുവിന്റെ അനുയായികളെ പുണ്യാളന്മാരായും വിശുദ്ധന്മാരായും ഓരോരോ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ആരാധനാലയങ്ങളിലും അവർ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നതിന്റെ പ്രഥമ കാരണം എന്ന് പറയുന്നത് അവർക്ക് ക്രിസ്തുവിന്റെ ജീസസ് ക്രൈസ്റ്റിന്റെ അനുയായികളെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇന്നിവിടെ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്ലെ? ആചാര്യ സ്മൃതിയിലൂടെ. ആ ആചാര്യ സ്മൃതിയിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ വൈദിക മഠത്തിന് മുമ്പിലായി എത്രയെത്ര ഫോട്ടോകൾ, എത്രയെത്ര ശ്രേഷ്ഠ സന്യാസിമാരുടെ ഫോട്ടോകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എത്ര സന്യാസിമാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? നമ്മൾ സ്വയം പരിശോധിക്കണം. നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഗുരുവിന്റെ സന്യസ്ത ഗൃഹസ്ഥ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഗഹനമായ പഠനവും പരിചയപ്പെടുത്തലുകളും നമ്മുടെ ശാഖാതലങ്ങളിൽ, കുടുംബ യൂണിറ്റുകളിൽ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലെ വിവിധ മേഖലകളിൽ നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ അതിന് സാധ്യമാകുള്ളൂ. പ്രിയപ്പെട്ട സഹോദരിമാർ, അവിടെ കൈകൊട്ടിക്കളിക്കായിട്ടുള്ള തയ്യാറെടുപ്പും ആളയാഭരണങ്ങളും ഒക്കെയായി നിൽക്കുന്നത് കൊണ്ട് കേവലം 33 വയസ്സിൽ ഞാൻ വളരെ വേഗം ചുരുക്കുകയാണ്. 2 വർഷം കൊണ്ട് ശ്രീലങ്കയിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയെ അവിടുത്തെ ദേശീയ ഉത്സവത്തിന് സമാനമാക്കി മാറ്റിയ ഈ അയ്യപ്പൻ പിള്ള തിരികെ വന്ന ആലുവ അദ്വൈതാശ്രമത്തിന്റെ സെക്രട്ടറിയായി മാറിക്കൊണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിന് മുഖ്യ പങ്കാളിത്തം വഹിച്ച ഈ അയ്യപ്പൻ പിള്ളയായ സത്യവ്രത സ്വാമികൾ തുടർന്നങ്ങോട്ട് ടി.കെ. മാധവനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ആ തീണ്ടാപ്പലകയിൽ നിന്നും മുന്നോട്ട് നടക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ട ബാഹുലേനെയും ശ്രീധരപ്പണിക്കരെയും കുഞ്ഞാപ്പിയെയും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ടി.കെ. മാധവൻ കത്തയച്ച് ക്ഷണിച്ച് വിളിച്ചു വരുത്തി, വൈക്കത്തേക്ക് ആലുവായിൽ നിന്ന് വിളിച്ചു വരുത്തി, സത്യവ്രത സ്വാമികളെ നമുക്ക് സത്യാഗ്രഹ സമരത്തിലേക്ക് വോളണ്ടിയർമാരെ തെരഞ്ഞെടുക്കണം, സ്വാമികൾ വന്നു വേണം ആ വോളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ച് വിളിച്ചു വരുത്തിയ ആ സത്യവ്രത സ്വാമികൾ ആ ടി.കെ. മാധവനോടൊപ്പം സത്യാഗ്രഹ സമരത്തിൽ 603 ദിവസം നീണ്ടുനിന്ന ആ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെ നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യബോധവും അനുഭവമാക്കി തീർക്കുവാൻ അഹോരാത്രം പറയപ്പെട്ടിട്ടുള്ള സത്യവ്രത സ്വാമികൾ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ വെച്ച് ടി.കെ. മാധവന് സ്വീകരണം കൊടുക്കുമ്പോൾ അതിന് മുഖ്യ സംഘാടകനായി നിന്നുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്ന നിലയിൽ ടി.കെ. മാധവന് സ്വീകരണം കൊടുക്കുമ്പോൾ അതിൽ മുഖ്യ സംഘാടകനായി നിലയുറപ്പിച്ചുകൊണ്ട് ആ ടി.കെ. മാധവനായി മുഖ്യ പ്രസംഗം നടത്തിയ, സ്വീകരണ പ്രസംഗം നടത്തിയ ടി.കെ. മാധവനെ നാടൊട്ടുക്ക് പരിചയപ്പെടുത്തിയ സത്യവ്രത സ്വാമികൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ആ ടി.കെ. മാധവൻ അന്ന് പറഞ്ഞത് വൈക്കം സത്യാഗ്രഹത്തിന് വിജയത്തിന് പിന്നിൽ എന്നോടൊപ്പം വിജയത്തിന്റെ കീർത്തി അവകാശപ്പെടാനുള്ള സന്യാസി ശിഷ്യനാണ്, ശ്രീനാരായണ ഗുരുദേവ പരമ്പരയിലെ ശ്രേഷ്ഠ സന്യാസിയാണ് സത്യവ്രത സ്വാമികൾ എന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ ആദരവ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പകുതി പങ്കിട്ട് കൊടുത്ത ടി.കെ. മാധവൻ. ആ ടി.കെ. മാധവൻ ആദരവ് കൊടുത്തതിന് ശേഷം തന്റെ അമ്മ തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകവേ വള്ളം മറിഞ്ഞ് വഞ്ചി മറിഞ്ഞ് കയത്തിലേക്ക് മുങ്ങിപ്പോയപ്പോൾ നല്ലൊരു നീന്തൽകാരനായിട്ട് ആ കയത്തിലേക്ക് മുങ്ങിമറിഞ്ഞ ആളുകളെ അഹോരാത്രം പണിപ്പെട്ട് തന്റെ കരവലയത്തിലേക്ക് രക്ഷിച്ച് ആ കരയിലേക്ക് അടുപ്പിച്ച സത്യവ്രത സ്വാമികൾ 33 വയസ്സ് തന്റെ കേവലം ഒരു മിനിങ്ങിനെ പോലെ അല്ലെ, ഒരു ചിത്രശലഭത്തെ പോലെ കേവലം 33 വയസ്സിനുള്ളിൽ ഈ രാജ്യത്ത്, ഈ ലോകത്തിന്, ഈ ശ്രീനാരായണ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകാതിരിക്കാൻ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവ സ്വാമികൾ സത്യവ്രത സ്വാമികളുടെ സമാധി അറിഞ്ഞ് പറഞ്ഞത്, നമുക്ക് ഈ വർത്തമാനം കേട്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നു എന്ന് മനസ്സിലാക്കണം. സത്യവ്രത സ്വാമികൾ
ബുദ്ധനെ ജയിച്ച ജാതി വിചാരം നീക്കുന്നതിൽ ബുദ്ധനെ പോലും തോൽപ്പിച്ചു കിടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശ്രീനാരായണ ഗുരുദേവ സ്വാമികളാണ് ബോധാനന്ദ സ്വാമികളെയും അഭിഷേകം ചെയ്തതിന്റെ ശതാബ്ദിയാണ്. ത്യാഗത്തിൽ ബോധാനന്ദൻ നമ്മളെ കൂടി തോൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഗുരുവിനെയും ശിഷ്യനെയും ഈ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ടുള്ള പരമഭാഗ്യം ഇവിടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കാൽപാദമണിഞ്ഞ പുണ്യഭൂമിയിൽ ഭഗവാന്റെ സ്വർഗത്തിൽ ശിവഗിരിയുടെ താഴ്വാരത്തെ ശാരദാംബിയുടെ ചാരെ വളരെ നിമിത്തവും അത്ഭുതവുമാണ്. ഒരു മായാലോകത്തിൽ നിന്നുകൊണ്ടാണ് എന്താണ് ഇവിടെ സംവദിക്കേണ്ടതെന്ന് അറിയില്ല. സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദിയുടെ സ്നേഹത്തോടു കൂടി നിർത്തിയാൻ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവരുടെ ഭാവങ്ങളും തുടർപരിപാടികളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.